ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ആര്യവേപ്പില കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കിയാലോ. ഇതിനായിട്ട് ആര്യവേപ്പില നന്നായി വാഷ് ചെയ്തെടുക്കുക. വീഡിയോയിൽ സ്പീഡിൽ കാണിക്കുന്നതാട്ടോ, അല്ലെങ്കിൽ ലെങ്തിയായി പോവുമല്ലോ. നമുക്ക് ഒരേ ഇലയായിട്ട് അടർത്തിയെടുക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണ് ആര്യവേപ്പെന്ന് നമുക്കറിയാലോ. നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ തരം ഇൻഫെക്ഷനും മാറ്റാനായിട്ട് ഈ ആര്യവേപ്പില സഹായിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ സ്കിന്നിൽ മാത്രമല്ല, നമ്മുടെ ഫേസിലുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, മുഖക്കുരു വന്ന പാടുകൾ, മുഖക്കുരുവിനും അല്ലാതെ നമ്മുടെ സ്കിന്നിലുള്ള ചിക്കൻ ബോക്സ് വന്ന പാടുകൾ, ഇതൊക്കെ മാറ്റാനായിട്ട് ഈ ആര്യവേപ്പില ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ആൻറ്റിബയോട്ടിക് കൂടിയാണ്. നമ്മളിത് DM വാട്ടർ ഉപയോഗിച്ചാണ് ഇത് അരച്ചെടുക്കുന്നത്. നമ്മളിത് അരച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് ആണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് തരം ഇൻഫെക്ഷൻ നമ്മുടെ ദേഹത്തുണ്ടെങ്കിൽ നമ്മൾ ദിവസവും ഈ ആര്യവേപ്പില അരച്ച് ഇടുന്നത് അത് പോസിബിൾ അല്ലല്ലോ. അത് നമുക്കെല്ലാവർക്കും മടിയാണ്. അപ്പോൾ നമ്മളിതൊരു കൊണ്ടൊരു സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്നും അത് കുളിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ്. ജ്യൂസ് എന്ന് പറയുന്നത് 298.70 ഗ്രാം ജ്യൂസാണ് എടുക്കുന്നത്. പിന്നെ എല്ലാവർക്കുള്ളൊരു സംശയം കേട്ടോ, നമ്മൾ ഇതിൽ ലൈ ഉപയോഗിക്കുന്നുണ്ട് സോപ്പിൽ, അതായത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഇതെന്ന് വെച്ചൊരു കെമിക്കൽ തന്നെയാണ്. അപ്പോൾ ഈ കെമിക്കൽ സോപ്പിൽ ഉപയോഗിക്കുമ്പോൾ അത് നാച്ചുറൽ സോപ്പ് അല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ശരിക്കും ഇത് കെമിക്കൽ തന്നെയാണ്. പക്ഷേ നമ്മളിത് 45 ഡേയ്സ് വരെ ക്യൂരിൻ ബീഡിൽ സോപ്പ് വയ്ക്കും. അപ്പോൾ അത് തനി നാച്ചുറൽ സോപ്പായിട്ട് മാറും. ഇതിലുള്ള ഈ സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് ലൈ ഇവാബറേറ്റ് ചെയ്ത് പോയിട്ട് ഇത് തനി നാച്ചുറൽ സോപ്പായിട്ട് മാറും. അങ്ങനെയാണ് ഈ സോപ്പ് പ്യുവർ നാച്ചുറൽ സോപ്പായിട്ട് മാറുന്നത്. നമുക്ക് നമ്മൾ 3 മണിക്കൂർ ജ്യൂസ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടോ. ആ ജ്യൂസ് നമ്മൾ അരിച്ചെടുത്ത് അത് 3 മണിക്കൂർ ഫ്രീസ് ചെയ്ത് നമ്മളൊരു ബീക്കറിലേക്ക് ഇടുകയാണ്. നല്ല ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. നമ്മളിതിലേക്ക് ലൈ ആഡ് ചെയ്യും. അപ്പോൾ ഇത് ഗ്രീൻ കളറിൽ നിന്നും ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറും കേട്ടോ. ലൈ ആഡ് ചെയ്തു. ലൈ എന്ന് പറയുന്നത് 149.35 ഗ്രാം ലൈ ആണ് നമ്മളിതിൽ ആഡ് ചെയ്തത്. ഇനി ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഓയിൽസ് എല്ലാം എടുക്കാം. പാം ഓയിലാണ് ആദ്യം ഒഴിച്ചത്, 500 ഗ്രാം. അടുത്തത് കോക്കനട്ട് ഓയിൽ 400 ഗ്രാം. അടുത്തത് ഷിയ ബട്ടറാണ്. ഷിയ ബട്ടർ 50 ഗ്രാം ആണ്. അത് നമ്മൾ മെൽറ്റ് ചെയ്ത് ഷിയ ബട്ടർ ഡബിൾ ബോയിൽ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. പിന്നെ ഒലീവ് ഓയിൽ 30 ഗ്രാം, കാസ്റ്റർ ഓയിൽ 20 ഗ്രാം. ഈ ഓയിൽസ് എല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ലൈമായിട്ട് ജ്യൂസ് ചേരുമ്പോൾ ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് മാറിയത് കണ്ടോ. നമ്മളിത് അരിച്ചാട്ട് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ ലൈയുടെ വല്ല എന്തെങ്കിലും പാർട്ടിക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അത് ജ്യൂസിലേക്ക് ചാടാതിരിക്കാൻ വേണ്ടി നമ്മൾ അരിച്ച് ഒഴിക്കുന്നത്. നമുക്കിതിലേക്ക് ഫ്രാഗ്രൻസ് ഒഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കിത് മോൾഡിലേക്ക് മാറ്റാം. 24 hours കഴിഞ്ഞിട്ട് നമുക്കിത് അൺമോൾഡ് ചെയ്യാം കേട്ടോ. 45 ഡേയ്സ് കഴിഞ്ഞിട്ടാട്ടോ ഈ സോപ്പ് നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോഴാണ് ഇത് തനി നാച്ചുറൽ സോപ്പായിട്ട് മാറുന്നത്. ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക്